ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇത്രയും ഭംഗിയുള്ള ഒരു ബ്ലൂ കളർ ഫ്ലവറിൻ്റെ പേരാണ് ബ്രസീലിയൻ സ്നാപ്ഡ്രാഗൺ അല്ലെങ്കിൽ ആമസോൺ ബ്ലൂ പ്ലാന്റ് എന്നൊക്കെ പറയും കേട്ടോ ഈ ഒരു ചെടിയെ. അപ്പോൾ ഇതിൻ്റെ പേര് പോലെ തന്നെ ജന്മദേശം എന്ന് പറയുന്നത് ബ്രസീലാണ്. ഇതൊരു അധിനിവേശ ചെടിയാണ്. ഈ ഒരു പൂ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഡ്രാഗൺ വാ തുറന്ന് നിൽക്കുന്ന പോലെയൊക്കെയാണ് ഇത് കാണുമ്പോൾ തോന്നുന്നത്. അതുകൊണ്ടാണ് ഇതിന് ബ്രസീലിയൻ സ്നാപ്ഡ്രാഗൺ എന്ന പേര് വന്നത്. ഇതിൻ്റെ ഇലകൾക്കാണെങ്കിൽ നല്ല കടുത്ത പച്ച നിറമാണുള്ളത്. ഇലകൾക്ക് നല്ല മിൻറ്റിൻ്റെ മണമാണ്. അതുകൊണ്ട് തന്നെ കീടങ്ങളോ രോഗങ്ങളോ ഒന്നും ഇതിനെ അത്ര പെട്ടെന്നൊന്നും ബാധിക്കില്ല. ഈ ഒരു ചെടി നല്ല പൊക്കത്തിൽ പോവും. തണ്ടുകൾക്കാണെങ്കിൽ നല്ല ബലം കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത് വീഴാൻ സാധ്യതയുണ്ട്. ആ വീണ് കഴിയുമ്പോൾ ആ ഭാഗത്തൊക്കെ വീണ്ടും പുതിയ പുതിയ ചെടികൾ മുളച്ച് വരും. ആ ഒരു ഏരിയ തന്നെ ഈ ഒരു ചെടിയായിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ അധിനിവേശ ചെടി എന്ന് വിളിക്കുന്നത്. ഇതൊരു സീസണൽ പ്ലാന്റ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സീസണിലും പൂക്കൾ നിറയെ ലഭിക്കാറുണ്ട്. നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വേണം ഈ ഒരു ചെടി വെക്കാനായിട്ട്. എന്നാലാണ് നമുക്ക് നല്ല കടും നിറത്തിലുള്ള നീല നിറത്തിലുള്ള പൂക്കൾ കിട്ടുള്ളൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടി വളരാനും ഈ സൂര്യപ്രകാശം അത്യാവശ്യമാണ്. നമ്മളിപ്പോൾ ഒരു ഷെയ്ഡിലൊക്കെയാണ് വെക്കുന്നത്, തണലത്താണ് വെക്കുന്നതെങ്കിൽ ചെടിയൊക്കെ വളരും, പക്ഷെ പൂക്കളും ഉണ്ടാവും. പക്ഷെ ആ പൂക്കൾക്കൊന്നും നല്ല ഈ ഒരു കടുത്ത നീല നിറം ഉണ്ടാവില്ല. ഈ ഒരു ചെടിക്ക് ഒരുപാട് കെയർ ഒന്നും ആവശ്യമില്ല, വളപ്രയോഗവും ആവശ്യമില്ല. ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കണം. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളം കെട്ടി നിൽക്കാതെ നമ്മൾ നോക്കണം. നമ്മുടെ വീട്ടുമുറ്റത്തും അതുപോലെ തന്നെ ഗാർഡനിലും ഒക്കെ നല്ലൊരു ഡെക്കറേറ്റീവ് പ്ലാന്റ് ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റിയൊരു ചെടിയാണ് കേട്ടോ ഇത്. മഴക്കാലത്തൊക്കെ ഇതിൽ പൂക്കൾ വളരെ കുറവായിരിക്കും. വേനൽക്കാലത്താണെങ്കിൽ നല്ല സൂര്യപ്രകാശം ലഭിക്കുന്നത് കൊണ്ട് തന്നെ നിറയെ പൂക്കൾ ഉണ്ടാവും. ഇതിൻ്റെ ടിപ്പൊന്ന് നുള്ളിയിട്ട് വീണ്ടും വെച്ച് നമുക്ക് ചെടി വെച്ച് വളർത്തിയെടുക്കാൻ പറ്റും. രാത്രി സമയത്ത് ഈ ഒരു ചെടിക്ക് കാണാൻ തന്നെ, ഈ ഒരു പൂക്കളൊക്കെ കാണാൻ തന്നെ നല്ല പ്രത്യേകതയാണ് കേട്ടോ. കാരണം ഈ ഒരു പൂക്കൾ നല്ല തിളങ്ങി നിൽക്കും രാത്രിയാവുമ്പോൾ. മറ്റ് ചെടികളുടെ പൂക്കളൊക്കെ ആണെങ്കിൽ ഈവനിങ് ആവുമ്പോൾ അതൊന്ന് വാടുകയാണ് ചെയ്യുക. പക്ഷേ ഇതങ്ങനെയല്ല. ഈവനിങ് ടൈമിലൊക്കെ നന്നായിട്ട് തിളങ്ങി നിൽക്കും. നല്ല ബ്ലൂ കളറിൽ നല്ല പോസിറ്റീവായിട്ടൊരു എനർജിയും പോസിറ്റീവായിട്ട് മനസ്സിനൊരു ഫീലൊക്കെ തരുന്ന ഒരു ചെടിയാണിത്. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് വീട്ടിൽ വെച്ച് വളർത്താൻ പറ്റിയ ഒരു ഡെക്കറേറ്റീവ് പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു ചെടി തീർച്ചയായും എല്ലാവരും വെച്ച് വളർത്തിയാൽ നമുക്കൊരു പോസിറ്റീവായിട്ട് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. നല്ലൊരു ഡെക്കറേറ്റീവ് പ്ലാന്റ് ആണ്. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ബൈ ബൈ.